നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പം മോഡിയുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ താരതമ്യമുണ്ട്. ഒരു മോഡി സ്റ്റൈലിലേക്കാണ് അദ്ദേഹത്തിന്റെ നോട്ടം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഓർമ്മിക്കേണ്ട കാര്യമാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നാണ് മോഡി ചിന്തിക്കുന്നത്. അത് തന്നെയാണ് ശ്രീ പിണറായി ചിന്തിക്കുന്നത്. ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങളെക്കുറിച്ച് ആലോചിക്കും, ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കും. 5 വർഷം മുമ്പ് വന്ന ഗവൺമെന്റ് അന്ന് പ്രകടന പത്രിക പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പോലും നടപ്പിലാക്കിയിട്ടില്ല. അതിന്റെ വിമർശനം വരുമ്പോൾ ആ വിമർശനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവസാനം പേരിന് ചില വർധനവ് നടത്തി മുന്നോട്ട് പോവുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇത് വളരെ വ്യക്തമാണ്. ഇപ്പം ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ 400 രൂപ വർദ്ധിച്ചു. അവർ തന്നെ പറഞ്ഞ് 2500 ആക്കുമെന്ന് പറഞ്ഞാണ് ഇപ്പോഴും 2000 നിൽക്കുന്നത്. 5 കൊല്ലം മുമ്പ് 2500 ആക്കുമെന്ന് പറയുന്നത് ഇപ്പോഴും 2000 നിൽക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ആശമാർക്ക് കിട്ടുന്നത് 33 രൂപയാണ് അധികം കിട്ടുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് വ്യക്തമാണ്. അത് ജനങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാവും. കാരണം ഇതിന്റെ ബാധ്യതകളെല്ലാം വരാൻ വേണ്ടി പോകുന്ന അടുത്ത സർക്കാരിന്റെ മുകളിലേക്കാണ്. അപ്പൊ അടുത്ത സർക്കാരിന്റെ മുകളിൽ ബാധ്യത വെക്കാൻ വേണ്ടിയിട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തുക. എന്തായാലും എന്തിന്റെ പേരിലായാലും ജനങ്ങൾക്ക് ചില ആശ്വാസം കിട്ടുന്നത് സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യാണ്. 10 രൂപയെങ്കിൽ 10 രൂപ കിട്ടട്ടെ ജനങ്ങൾക്ക്. പക്ഷേ ഇത് ഇലക്ഷന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കൊടുക്കേണ്ട മാത്രം കാര്യങ്ങളാണോ? ഇതവർ അവകാശപ്പെട്ടതല്ലേ ജനങ്ങൾ? നിങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത്ര ചെയ്യും. അത് ചെയ്യാതിരിക്കുമ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ മാത്രം നടത്തുന്ന ഈ സോപ്പ് പരിപാടി സത്യത്തിൽ ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.